ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ബീഫ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള BDF വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് കഷ്ണങ്ങളാക്കാതെ ഇതേ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം എടുക്കാം. കൊഴുപ്പൊന്നുമില്ലാത്ത പീസസ് നോക്കി എടുക്കണം. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഈ ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പുരട്ടി പിടിപ്പിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം കൂടെ തേച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് ഈ ബീഫ് ഒന്ന് മാറ്റി വെക്കാം. ശേഷം ഒരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം വേവിച്ചും പിന്നീട് ഫ്രൈ ചെയ്തുമാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് 1 വിസിലും കുറച്ചിട്ട് 2 വിസിലും അടുപ്പിച്ച് 15 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ബീഫ് 80 അല്ലെങ്കിൽ 90% വെന്താൽ മതി, ഒരുപാട് വേവണ്ട. ഇപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ബീഫിൻ്റെ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ബീഫ് വെന്ത വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ബീഫ് നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതുപോലെ ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു വലിപ്പത്തിലും കനത്തിലും വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ. 80% അല്ലെങ്കിൽ 90% വെന്ത ബീഫ് ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ബീഫ് ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാണ്ട് ഈ ഒരു രീതിയിൽ എല്ലാ ബീഫും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വറ്റൽ മുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ പെരിഞ്ജീരകം ചേർത്ത് പൊടിച്ച ഗരം മസാല ആണിത്. ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നുമില്ലെങ്കിൽ മീറ്റ് മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സെസമി സീഡ് അല്ലെങ്കിൽ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാൻ നേരം കുറച്ച് ചേർത്തതാണ്. ഇനി പകുതി നാരങ്ങാ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ നേരത്തെ ബീഫ് വെന്ത വെള്ളം, ബീഫ് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് പൊടിഞ്ഞു പോകാതെ പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടെ പൊടിഞ്ഞു പോകാതെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് എണ്ണയിലേക്കിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് ബീഫ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബീഫ് മുങ്ങിക്കിടന്ന് ഫ്രൈ ചെയ്ത് വരാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്ക് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്ത ബീഫാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് സമയം ഇനി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിന് മുന്നേ ആയിട്ട് ഇത് ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് ഇതുപോലെ 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ഒരു പ്രത്യേക ഫ്ലേവർ തരും. അതിൻ്റെ കൂടെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ കഴിക്കാവുന്നതാണ്. ഈ ക്രിസ്പി BDFൻ്റെ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.